blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ന്യൂ ഇയർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയ വർഷം നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. ബ്ലെസ്സിങ് ടുഡേയിലും ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഈ വർഷം കർത്താവ് വൻ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചെയ്തു തരും. ബിക്കോസ് ദ ഹെവൻ സ്റ്റോർ ഹൗസ് is the biggest storehouse, the greatest storehouse. അതിൽ നിന്നും കർത്താവ് ഈ വർഷം വലിയ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ എല്ലാവരുടെയും മേൽ കർത്താവ് ചൊരിയും. നമുക്കിന്ന് ഈ സമയത്ത് എല്ലാവരും ചേർന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി, ഈ ന്യൂ ഇയർ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് USA നിന്നുള്ള തോമസ് മാത്യുവിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഹോദരൻ തോമസിനെയും മിനിയെയും സകലവിധ കുടുംബത്തിൻ്റെ നന്മകളാലും ആരോഗ്യത്താലും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ മക്കൾ ദിവ്യയെയും ബ്ലെസ്സിയെയും അനുഗ്രഹിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുന്നു, അവരുടെ ഭാവി അനുഗ്രഹിക്കുന്നു. അവർ ദൈവഭയത്തിൽ നല്ല കുഞ്ഞുങ്ങളായി വളരേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മകൻ വർഗീസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ നട്ടലിലുള്ള ആ പ്രയാസം അങ്ങ് മാറ്റിക്കൊടുക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ നട്ടലിലെ ആ കർവേച്ചർ സൗഖ്യമാകേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അതുപോലെ കർത്താവെ, അവരെ ലാൻഡ് സെയിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനങ്ങളിൽ ഒന്ന് നല്ല ഒരു വിലയ്ക്ക് വിൽക്കേണ്ടതിനായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അതോട് ചേർന്ന് ബഹ്റിനിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്ന തൻ്റെ ബിസിനസ്സിനെ അങ്ങ് ഏറ്റവും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. തനിക്ക് തൻ്റെ കയ്യിലേക്ക് തിരികെ ലഭിക്കുവാനുള്ള പണം എത്രയും വേഗം ലഭിക്കേണ്ടതിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിൽ നിന്ന് കർത്താവെ അങ്ങ് അത്ഭുതങ്ങളാൽ വിടുവിച്ച് നല്ല പൈതങ്ങളെ കൊടുത്ത് ആ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഇവരെല്ലാവരും ചേർത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. തുടർന്ന് നമ്മൾ ദൈവത്തിൻ്റെ നന്മകളെ ധ്യാനിക്കുവാനും ഈ പുതിയ വർഷത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും പോകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞൊരു വർഷം കർത്താവ് എത്ര മനോഹരമായി നമ്മെ നടത്തി. എൻ്റെ പ്രാർത്ഥനാ ഡയറി എന്നുള്ള ഈ പുസ്തകം ആയിരക്കണക്കിന് പേരുടെ കൈകളിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഈ പ്രാർത്ഥനാ ഡയറിയിലെ 6ാമത്തെ പ്രാർത്ഥന, 6th prayer. പുതിയ വർഷം ആരംഭിക്കുമ്പോൾ എങ്ങനെയാണ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അതിൽ ഒരു പ്രാർത്ഥന നൽകിയിട്ടുണ്ട്. കയ്യിലുള്ളവർ, നിങ്ങളുടെ കയ്യിൽ ഇത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ സമയത്ത് എടുക്കുക. എന്ന് മാത്രമല്ല, ലഭിച്ചിട്ടില്ലാത്തവർക്ക് ഇതിന് ശേഷം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഈ സമയത്ത് ഈ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. 6ാമത്തെ പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന സമയത്ത് ചുമ്മാ പ്രാർത്ഥിക്കുക മാത്രമല്ല, അതിനിടയിൽ നെയ്ത് ചേർത്തിട്ടുള്ള, കോർത്തിണക്കിയിട്ടുള്ള വചനഭാഗങ്ങൾ നമ്മൾ വായിച്ചുകൂടിയാണ് മുന്നിലേക്ക് പോകാൻ പോകുന്നത്. ഓൾറൈറ്റ്, നമുക്ക് ആരംഭിക്കാം. കയ്യിലുള്ളവർ എടുക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, അങ്ങ്
നിത്യനായ ദൈവമാകയാൽ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങ് യുഗങ്ങളുടെ പാറയായതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ നിത്യനായ ദൈവമായി അംഗീകരിച്ചുകൊണ്ട്, അതോടൊപ്പം യുഗങ്ങളുടെ പാറയായി, ദ റോക്ക് ഓഫ് ഏജസ്, അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഒരു പുതിയ വർഷം കൂടി അങ്ങ് എനിക്ക് തന്നതിനാൽ നന്ദി പറയുന്നു. ഇത് പറയാൻ കാരണം, ഈ ഒരു വർഷം മില്യൺസ്, ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു വർഷം കാണുന്നില്ല. എന്നാൽ ദൈവം നമുക്കിത് കാണാനൊരു കൃപ തന്നു, ഭാഗ്യം തന്നു. അതുകൊണ്ടാണ് നമുക്ക് ഒരു പുതിയ വർഷം കൂടെ തന്നതിന് ദൈവത്തിന് നന്ദി പറയേണ്ടതിൻ്റെ ആവശ്യകത. ജീവനുള്ളവരുടെ ദേശത്ത്, അഥവാ ഞാൻ ജീവിച്ചിരുന്നു കൊണ്ട് അങ്ങയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. ഈ വർഷത്തെ യേശുവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കാം, കഴിഞ്ഞ വർഷം എങ്ങനെയൊക്കെയാണ് ജീവിച്ചത്? പൂർണ്ണമായും ആ നിലയിൽ ജീവിക്കാൻ കഴിഞ്ഞു? 2014 എന്ന ഈ പുതിയ വർഷം യേശുവിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും ആ പ്രാർത്ഥന ഒന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. 2014 ഞാൻ യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നു. ഈ സമയത്ത് കൊണ്ട് നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ വർഷത്തേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട ഫലപ്രദമായ ഒരു വർഷമാക്കി അങ്ങ് ഇതിനെ തീർക്കണമേ. 2013 അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായി ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ഈ വർഷത്തെ ആക്കി തീർക്കും. വിശ്വസിക്കുക. ഒത്തിരി പേരും ഗുഡ് ഓൾഡ് ഡേയ്സിനെ കുറിച്ച് പറയാറുണ്ട്. അന്നൊക്കെ എത്ര നല്ല സമയങ്ങളായിരുന്നു, അന്നൊക്കെ എത്രയോ സന്തോഷമായിരുന്നു. അവരൊക്കെ ചിന്തിക്കുന്നത്, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലേക്കൊക്കെ പോകുമ്പോൾ, ചെറുപ്പകാലം കഴിഞ്ഞു, ആ യൂത്തിൻ്റെ ആ സമയം, ആ യൗവനപ്രായം അതും കഴിഞ്ഞു, മിഡിൽ ഏജും കഴിഞ്ഞു, ഇങ്ങനെ പ്രായത്തിലേക്ക് വന്ന് ഇനിയൊക്കെ വളരെ മോശപ്പെട്ട ദിവസങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെയല്ല. നമ്മുടെ ശരീരത്തിൻ്റെ പ്രായത്തേക്കാൾ നമ്മുടെ അകത്തുള്ള ആത്മാവിനെ ദൈവം പുഷ്ടികളാൽ നിറച്ച ഇന്നർ മാൻ, അകത്തുള്ള മനുഷ്യനെ കർത്താവ് ധാരാളമായി ബലപ്പെടുത്തി നമ്മെ മുന്നിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് വിശ്വസിക്കുക, കഴിഞ്ഞ വർഷത്തേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട വർഷമായി കർത്താവ് ഈ വർഷത്തെ തീർക്കും. ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥന, ഇതിൻ്റെ ഓരോ ദിവസത്തെയും അങ്ങ് നന്മകളാൽ അലങ്കരിക്കണമേ എന്ന് വെച്ചാൽ, ഓരോ ദിവസവും ദൈവം നന്മകളാൽ അലങ്കരിക്കും. ഹി ഡെയിലി ലോഡത്ത് വിത്ത് ബെനഫിറ്റ്സ്. നാൾതോറും നന്മകളാൽ നിറയ്ക്കുന്നവൻ, അല്ലെങ്കിൽ നാൾതോറും നന്മകൾ കൊണ്ട് ലോഡ് ചെയ്യുന്ന, നിറച്ച് 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 നടത്തുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ ഒന്ന് വിശ്വസിക്കാമോ? തനിക്ക് നന്മ, ഒരു മുറി അലങ്കരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ കർത്താവിന് ഓരോ ദിവസവും നന്മകൾ കൊണ്ട് അലങ്കരിക്കുവാൻ കഴിയും. ഈ വർഷം ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനവും നടപ്പിൽ വരുത്തുവാൻ എന്നെ ശക്തീകരിക്കണമേ. അടുത്ത നമ്മുടെ പ്രാർത്ഥന ഇതാണ്. എല്ലാ വർഷവും പല തീരുമാനങ്ങളും എടുക്കുമെങ്കിലും പലപ്പോഴും നമ്മൾ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പോലും ഓർക്കാതെ പിന്നെ ആ വർഷം മുന്നിലേക്ക് തള്ളി നീക്കുന്നവരാണ് നമ്മൾ പലരും. എന്നാൽ ഇവിടെ നമ്മൾ ദൈവത്തോട് പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, ഇന്ന് ഈ വർഷം ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനവും നടപ്പിൽ വരുത്തുവാൻ എന്നെ ശക്തീകരിക്കണം. ഈ സമയത്ത് ഹൃദയത്തിൽ തീരുമാനിക്കുക, ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ വ്യത്യസ്തമായി എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യും. ആത്മീയമായി വളരുവാൻ, ശുശ്രൂഷിക്കുവാൻ, മറ്റുള്ളവരുടെ യേശുവിനെക്കുറിച്ച് പറയുവാൻ, നന്മകൾ ചെയ്യുവാൻ, അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി തീരുമാനങ്ങൾ, കൊച്ചു കൊച്ചു തീരുമാനങ്ങൾ, വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചാണ് നമ്മൾ ഈ തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് ചെയ്യുവാനും നടപ്പിൽ വരുത്തുവാനും ദൈവം നമുക്ക് കൃപ തരും. ഫിലിപ്പ് ലേഖനം 1
6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അവസാന നാളോളം അതിനെ തികയ്ക്കും. നമ്മുടെ അടുത്ത പ്രാർത്ഥന ഇങ്ങനെയാണ്: തുടങ്ങുന്നതെല്ലാം പൂർത്തീകരിക്കുന്നൊരു മനോഭാവം അങ്ങനെക്ക് നൽകണമേ. പലതും തുടങ്ങി വയ്ക്കാൻ എളുപ്പമാണ്, പക്ഷെ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. പഠനം തുടങ്ങാൻ എളുപ്പമാണ്, പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. പല കാര്യങ്ങൾ അതുപോലെയാണ്. എന്നാൽ ഒരു കൺസിസ്റ്റൻസി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ, സ്ഥിരമായി കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലെത്താൻ എന്നെ സഹായിക്കണമേ. അതിനുശേഷം ചില കാര്യങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായി എടുത്തു പറയുന്നത്, ഈ വർഷത്തെ വിശുദ്ധിയുടെ വർഷമായി ഞാൻ പ്രഖ്യാപിക്കുന്നു. വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള ഒരാൾക്കാണ് പ്രഖ്യാപനം നടത്താൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയാണ്: ഈ വർഷത്തെ വിശുദ്ധിയുടെ വർഷമായി പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ റെഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: പ്രിയ സ്നേഹിതരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തെയും ആത്മാവിനെയും മലിനമാക്കുന്ന എല്ലാറ്റിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവഭയത്തിൽ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരാം. എന്ന് വെച്ചാൽ ഈ വർഷം വിശുദ്ധിയുടെ വർഷമായിരിക്കും. പാപത്തെ വിട്ട്, പാപത്തിൽ ആണ്ടുകിടക്കാതെ അതിൽ നിന്നും പുറത്തു വന്ന് വിശുദ്ധിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്ന ഒരു വർഷം. നിങ്ങൾ എത്ര പേർക്ക് ആ ഒരു ആഗ്രഹമുണ്ട്? കഴിഞ്ഞ വർഷത്തേക്കാൾ എനിക്ക് വിശുദ്ധിയുടെ നിറവിൽ ജീവിക്കണം. അടുത്ത ഡിക്ലറേഷൻ ഇതാണ്: ഈ വർഷത്തെ ആത്മീയ വളർച്ചയുടെ വർഷമായി ഞാൻ പ്രഖ്യാപിക്കുന്നു. 2-ാമത്തെ അതിനുള്ള ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. കുറച്ച് ദീർഘമായ വചനങ്ങളാണ്, പക്ഷേ അത് നമുക്കിവിടെ ഒന്ന് വായിക്കാം, ധ്യാനിക്കാം. അതുകൊണ്ട് ഞങ്ങൾ ഇത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാ വിവേകത്തോടും ആത്മീക ജ്ഞാനത്തോടും കൂടെ ദൈവഹിതത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞവരാകണമെന്നും, ആത്മീയ വളർച്ചയെക്കുറിച്ചുള്ള ഭാഗങ്ങളാണ്. എന്തെല്ലാം നിലകളിൽ ആത്മീയമായി നമ്മൾ വളരണം, ആ ഭാഗങ്ങളാണ്. എല്ലാ കാര്യത്തിലും കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് യോഗ്യമായ വിധം നടന്നും സകല സൽപ്രവൃത്തികളിലും ഫലം കായ്ച്ചു ദൈവിക പരിജ്ഞാനത്തിൽ വളരണമെന്നും, സന്തോഷപൂർവം സകല സഹിഷ്ണുതയും ദീർഘക്ഷമയും കാണിക്കുവാൻ വേണ്ടി അവിടുത്തെ മഹത്വകരമായ വല്ലഭത്വത്തിനൊത്തവണ്ണം എല്ലാ ശക്തിയും പ്രാപിച്ച് ബലപ്പെടണമെന്നും, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിൻ്റെ ഓഹരിക്ക് നമ്മെ യോഗ്യരാക്കുകയും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായി തീരണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആ പുത്രനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം പറയുന്നത് ആത്മീയമായ വളർച്ചയെക്കുറിച്ചാണ്. 15-ാമത്തെ വചനം: ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും സകല സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള ദൃശ്യവും അദൃശ്യവുമായ സകലവും, സിംഹാസനങ്ങളോ കർത്തൃത്വങ്ങളോ വാഴ്ചകളോ അധികാരങ്ങളോ എല്ലാം തന്നെ ക്രിസ്തു മുഖാന്തരവും ക്രിസ്തുവിനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ, സകലത്തിലും അവിടുന്ന് ആധാരമായിരിക്കുന്നു. ഈ ഭാഗങ്ങളെല്ലാം ആത്മീയ വളർച്ചയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ദൈവപുത്രനെക്കുറിച്ചുള്ള അറിവ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഭാഗമാണ്. ആ ഭാഗം തുടർന്നും വായിച്ച് ധ്യാനിക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ വർഷത്തെ അനുഗ്രഹത്തിൻ്റെ വർഷമായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ വചനഭാഗം കൊടുത്തിട്ടുണ്ട്. എഫേസ്യ ലേഖനം 1:3 വചനം: സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ
നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. യേശുക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ സകല നന്മകളാലും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മമണ്ഡലം ഭൗതിക മണ്ഡലത്തെ ഉൾക്കൊള്ളുന്നതാണ്. അതിൻ്റെ അകത്താണ് ഭൗതിക മണ്ഡലം വരുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആത്മീയമായ ഒരു വലിയ അനുഗ്രഹം, സ്വർഗീയ നന്മകളും അനുഗ്രഹങ്ങളും ഒരാളുടെ മേൽ വന്നാൽ അതിൽ തന്നെ ഭൗതിക നന്മകൾ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് യേശു കർത്താവ് ഇപ്രകാരം മത്തായി എഴുതിയ സുവിശേഷം 6:33 പറഞ്ഞു, മുൻപേ അവൻ്റെ നീതിയും രാജ്യവും അഥവാ ആത്മീയമായ കാര്യങ്ങൾ അന്വേഷിക്കുവിൻ, അതോടുകൂടെ ഇതെല്ലാം ഭൗതികമായ ഉടുപ്പ്, അതുപോലെ ആഹാരം, വെള്ളം, ആവശ്യമുള്ള സകലവും കർത്താവ് നിങ്ങൾക്ക് തരും. അടുത്തതായി നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെ, ഈ വർഷത്തെ ഉയർച്ചയുടെ വർഷമായി ഞാൻ പ്രഖ്യാപിക്കുന്നു. വിശ്വസിക്കാമോ? ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ ഉയർച്ച തരും. The Lord is going to give you an exaltation this year. 1 പത്രോസ് 5:6 ആണ് അതിനുള്ള റെഫറൻസായി കൊടുത്തിരിക്കുന്നത്. ആകയാൽ ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവിടുത്തെ ശക്തിയുള്ള ഭുജത്തിന് കീഴിൽ നിങ്ങളെ താഴ്ത്തുവിൻ. കഴിഞ്ഞ വർഷങ്ങളിൽ താഴ്ന്നു കിടക്കുന്ന, അധോഗതിയിൽ അധപ്പതിച്ച് താറുമാറായി കിടക്കുന്ന അനുഭവമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കുന്നു, 2014 ദൈവം നിങ്ങളെ തൻ്റെ കൈകൾ കൊണ്ട് ഉയർത്തുന്ന വർഷമായി തീരട്ടെ. ഇതുവരെ താഴ്മയോടെ ജീവിച്ചൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, എളിമയോടെ ജീവിച്ചൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഇവിടെ പറയുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും എന്നുള്ള വാഗ്ദത്തമാണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്താണ്? ഈ വർഷത്തെ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന വർഷമായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവത്തോട് വളരെ ചേർന്ന് നടക്കുന്ന വർഷം. കഴിഞ്ഞ വർഷം ഇടയ്ക്കൊക്കെ മാത്രമേ ദൈവത്തോട് ചേർന്ന് നടന്നുള്ളൂ എങ്കിൽ പുതിയ വർഷം ദൈവത്തോടുകൂടെ ക്ലോസായി ജീവിക്കുന്ന ഒരു വർഷമായി മാറട്ടെ. അതിനുവേണ്ടി കൊടുത്തിരിക്കുന്ന വചനഭാഗം എബ്രായ ലേഖനം 10:22 നാം ദുർമനസാക്ഷി നീങ്ങുവാൻ തക്കവണ്ണം ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധജലത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയത്തോടും ആത്മാർത്ഥ ഹൃദയത്തോടും കൂടെ ദൈവത്തോട് അടുത്ത് ചെല്ലുക. അപ്പോൾ we should draw ourselves near to God. ഈ ഒരു വർഷം അങ്ങനെയായി മാറട്ടെ. പലരോടും കഴിഞ്ഞ വർഷം അടുത്ത് കാണും, പല ബന്ധങ്ങളുണ്ടായി കാണും. അതൊന്നുമല്ല, ദൈവത്തോട് ഒരു ബന്ധമുള്ള വർഷമായി ഈ വർഷം മാറട്ടെ. That will change your whole life. തുടർന്നുള്ള പ്രാർത്ഥന എങ്ങനെയാണ്? ഈ വർഷത്തെ അവിടെ പൂരിപ്പിക്കുവാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഡാഷ് വർഷമായി ഞാൻ പ്രഖ്യാപിക്കും. നിങ്ങൾക്ക് തന്നെ പ്രഖ്യാപിക്കാം. കുറച്ച് സമയമെടുത്ത് ഇന്ന് തന്നെ ഈ പ്രേയർ ഡയറി എടുത്തു വെച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളനുസരിച്ച് തുടർന്ന് എന്തെല്ലാം പ്രഖ്യാപിക്കണോ അതെല്ലാം അങ്ങ് ഉറക്കെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ഉറപ്പോടെ, ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ ഉറക്കെ വിളിച്ചു പറയുക. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അങ്ങ് എന്നെ പരിപാലിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആ ഭാഗം 6-ാമത്തെ റെഫറൻസ് കൊടുത്തിരിക്കുന്നത് ആവർത്തന പുസ്തകം 11:12 വചനമാണ്. ആണ്ടിൻ്റെ ആരംഭം മുതൽ, ഒരു വർഷത്തിൻ്റെ ആരംഭം മുതൽ എന്ന് വെച്ചാൽ ജനുവരി 1 മുതൽ അവസാനം വരെ എന്ന് വെച്ചാൽ ഡിസംബർ 31 വരെ നിങ്ങളുടെ ദൈവത്തിൻ്റെ നോട്ടമുള്ളതും നിങ്ങളുടെ ദൈവം പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. നമ്മെ കർത്താവ് ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ പരിപാലിക്കും എന്നുള്ള വാഗ്ദത്തമാണ് നൽകിയിരിക്കുന്നത്. ആ God is a good God. He is the rock of ages and He is a very faithful God. The God who called you is faithful.
നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഐ റിയലി വാണ്ട് ടു എൻകറേജ് യു വിത്ത് ദിസ് പ്രെയർ ആൻഡ് വിത്ത് ദീസ് വേഴ്സസ്. തുടർന്ന് നമ്മൾ ഒരു മിറക്കിൾസ് ടുഡേയിലേക്ക് പോവുകയാണ്. അതിനുശേഷം തിരിച്ചു വന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇദ്ദേഹത്തിൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. താൻ വരുന്നത് മാംഗ്ലൂരുള്ള ബത്തങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഏകദേശം 65 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഈ സാക്ഷ്യം പറയുവാൻ വന്നിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിൽ ശനിയാഴ്ച നടന്ന മാംഗ്ലൂരിൽ നടന്ന കഴിഞ്ഞ ശനിയാഴ്ച മാംഗ്ലൂരിൽ താനൊരു കൽപ്പണിക്കാരനാണ്. സിമെന്റ് കൊണ്ടുള്ള പണിയെല്ലാം എടുക്കുമ്പോൾ തനിക്ക് അലർജി വരുമായിരുന്നു. 1 വർഷത്തോളമായി അലർജിയുടെ പ്രശ്നമുണ്ട്. ഒത്തിരി മരുന്നുകൾ മാറി മാറി കഴിച്ചു. പക്ഷേ അതിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. ശരീരമെല്ലാം വല്ലാതെ ചൊറിഞ്ഞ് ബുദ്ധിമുട്ട് വരുമായിരുന്നു. ഇദ്ദേഹം പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് ഈ അടുത്ത ഒരു 6 മാസത്തോളം താൻ ഈ അസുഖത്താൽ ബുദ്ധിമുട്ടിയിട്ട് ജോലിക്ക് പോയിട്ടേയില്ല. ജോലിക്ക് പോകുമ്പോൾ സാധിച്ചില്ല. 6 മാസത്തോളമായിട്ട്. 6 മാസം ജോലിക്ക് പോയിട്ടില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതിനുശേഷമാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇദ്ദേഹം നമ്മുടെ മാംഗ്ലൂരുള്ള ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വരുന്നത്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇദ്ദേഹം സ്റ്റേജിൽ വന്നിരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇദ്ദേഹം സ്റ്റേജിൽ അദ്ദേഹം വന്നു നിന്നു. എന്നിട്ട് അദ്ദേഹം ഈ കാര്യങ്ങൾ ബ്രദറിന്റെ അടുക്കൽ പറഞ്ഞിരുന്നു. അന്നേരം ഇങ്ങനെയാ പറഞ്ഞത്. ബ്രദർ അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, അലർജി രോഗങ്ങൾ കർത്താവ് എടുത്ത് മാറ്റുന്നു എന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ആ സമയത്ത് തൻ്റെ ശരീരത്തിൽ ഒരു കുളിര് പോലെ ഇങ്ങനെ വരാൻ തുടങ്ങി, ശരീരമാസകലം. അതിനുശേഷം പതുക്കെ ഷിവർ ചെയ്യാൻ തുടങ്ങി. ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇദ്ദേഹം താഴെ സ്ലൈനായി വീഴുകയും ചെയ്തു. താഴെ പോയിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ശക്തി ശരീരത്തിൽ വന്നു, താഴെ വീണു. പക്ഷേ അദ്ദേഹം പറയുന്നത് അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ആണ് ഈ സൗഖ്യം നടന്നത്. ഈ നിമിഷം വരെയും ഏകദേശം ഒരാഴ്ചയോളമായി തനിക്ക് ചൊറിച്ചിലില്ല, തൻ്റെ കൈകളിൽ അങ്ങനെ ഒരു പ്രശ്നമല്ല. മറ്റേത് അങ്ങനെയല്ല. പണിക്ക് പോകുമ്പോൾ സിമന്റ് തൊട്ട് കഴിഞ്ഞാൽ തൻ്റെ കൈ ചൊറിഞ്ഞ് തടിച്ച് വല്ലാതെ ബുദ്ധിമുട്ട് വരാൻ തുടങ്ങും. ഇപ്പോൾ അവിടെ പാടുകൾ മാത്രമേ ഉള്ളൂ. ഒരാഴ്ചയെ താൻ പണിക്ക് പോകുന്നുണ്ട്. തനിക്കൊരു മാസത്തിന് ശേഷം വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങി. യേശു എത്ര നല്ലവനാണ്. ഇദ്ദേഹത്തെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അന്ന് വന്നതോ പ്രാർത്ഥിച്ചോ എന്ന് എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല. ഒത്തിരി പേര് വരുന്നത് കൊണ്ട് എല്ലാവരെയും നമുക്ക് ഓർമ്മയിലില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വേദന യേശു അറിഞ്ഞു. ഇത്രയും മാസങ്ങൾ അലർജി കൊണ്ട് സഹിച്ചതും ജോലിക്ക് പോകാൻ കഴിയാതിരുന്നതും എല്ലാം കർത്താവ് അറിഞ്ഞു. കർത്താവ് ആക്സിഡൻറ്റ് മൂലമോ രോഗങ്ങൾ മുഖാന്തരമോ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാതെ, ജോലി ചെയ്യാൻ കഴിയാതെ വല്ലാതെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കുമായി ഞങ്ങൾ ഒരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഹോദരനെ തൊട്ട അതേ യേശുവിൻ്റെ കരങ്ങൾ, അതേ പരിശുദ്ധാത്മാവ് ഇപ്പോൾ എല്ലാവരെയും തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജോലി സ്ഥലത്ത് വെച്ച്, കമ്പനിയിലോ വർക്ക് സൈറ്റിലോ വെച്ച് ആക്സിഡൻറ്റുകൾ ഉണ്ടായി അല്ലെങ്കിൽ രോഗങ്ങൾ നിമിത്തം ജോലിക്ക് പോകാൻ കഴിയാത്തവർ യേശുവിൻ നാമത്തിൽ ഈ സാക്ഷ്യത്തോട് ചേർന്ന് സൗഖ്യമാകട്ടെ. ഇപ്പോൾ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ദൈവിക വിടുതലുകൾ അവിടെ സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ. ഈ സഹോദരനെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, തന്നിലൂടെ അനേകരെ യേശുവിലേക്ക് അടുപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയാൽ താൻ നിറയട്ടെ. ലഭിച്ച അനുഗ്രഹത്തിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഈ പുതിയ വർഷം ഓരോരുത്തർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിന്ന് പ്രാർത്ഥിച്ചു, എന്നാൽ അതിലുപരി കർത്താവെ, നിൻ്റെ കൃപ ഓരോരുത്തരുടെ മേൽ വന്നിറങ്ങട്ടെ. ഈ സമയത്ത് കൈകൾ നീട്ടി രോഗികൾ, പ്രയാസങ്ങളിരിക്കുന്നു, എന്താണേലും
കൈകൾ നീട്ടി യേശുവിൽ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ, വലിയ വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് രോഗമായിരുന്നാലും, മാരകരോഗങ്ങൾ വരെ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അത് ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതൽ ഇപ്പോൾ കൽപ്പിച്ചിരിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ ഈ വെള്ളിയാഴ്ച ആറ്റിങ്ങൽ, ശനിയാഴ്ച അടൂരിലും നടക്കുകയാണ്. ആദ്യത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ആരും മുടക്കരുത്, തീർച്ചയായും വരണം. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് എല്ലാവർക്കും നന്ദി. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ക്രിസ്തു എവിടെ നിന്ന് വരുമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്? From where will Jesus come according to the scripture? Options: A. Nazareth, B. Bethlehem, C. Capernaum, D. Egypt. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.